നമ്മുടെ പുതിയ ബ്ലോഗിന്റെ പേരാണ് അമ്മൂസ് ഫാമിലി. ഒരു രഹസ്യം പറഞ്ഞുതരാം കേട്ടോ. എന്താ പറയട്ടെ, എന്നാൽ അച്ഛൻ 2 കോഴി കൊടുന്നു. എന്നിട്ട് എന്താ ചിക്കൻ വെച്ചിട്ട് നോക്ക്, ഇന്ന് മണ്ടന്മാർ പണിയെടുക്കുക ചിക്കൻ കഴിച്ചിട്ട് നോക്ക്. ഞാനിവിടെ വേഗം എസ്കേപ്പായിട്ട് നോക്ക് ഇവിടെ എഴുതി വന്നിട്ട് കാണിച്ചിട്ടോ. അപ്പുണ്ണേ എൻ്റെ കൊച്ചച്ഛൻ മറ്റേ ചിക്കൻ വാങ്ങി തന്നിട്ട് എന്നെ കാറ് കഴിപ്പിച്ചു. എന്താ ആ ചെക്കൻ നടന്ന നനഞ്ഞു കുളിച്ചിരിക്കണു. കാറ് കഴുകണത് നീ എന്തിനാ കാറ് കഴുകണത്? നീയാ കാറ് ഓടിക്കണ്? നീയാ കാറിൽ പോണ്? കാറിന് തിരുമ്പ കാറ് കഴുകണത് ഞാൻ വന്ന് ഫോട്ടോ കാണട്ടെ എന്ന് വെച്ചിട്ടാണേ. അതിന് മാത്രം കാറ് കഴുകാൻ വന്നില്ലല്ലോ. നിങ്ങൾ 2 ആളാണല്ലോ കുടുങ്ങിയത്. അവള് വേഗം എസ്കേപ്പ് ആയതാന്നാ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ കാട്ടിയിട്ട് അവൾക്ക് പഠിക്കാണ്ടെന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ അച്ഛനക്ക് ചിക്കൻ വാങ്ങി തന്നു തുടങ്ങുക. അത് മറ്റേ ഇന്ന് കാറ് കഴിപ്പിക്കാനുള്ളത്. എന്നാ ചിക്കൻ കഴിച്ചില്ലേ നിങ്ങള്? ഏത് അതോ? അത് മാറ്റണ്ട. നനഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട, വഴിക്ക് വീഴും. വഴുക്കുടാ ഇതേരെ പോ. അവിടെ ഉണ്ട് മേമയും പേരുണ്ട്, അങ്ങോട്ട് പോ. അതാ അടുക്കളയിൽ കൂടെ ഒക്കെ ചോട്ടി നിർത്തിയിട്ട് പോണു. ഉണ്ടോ? ഞായറാഴ്ച ഉണ്ടാക്കാറുണ്ട്. ഇന്നലെ ഞായറാഴ്ച ആണോ? ബ്ലോഗ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അവിടെ പോയിട്ട് നീ എടുത്തോ, നിന്റെ ഇഷ്ടത്തിലുള്ളത്. അനുവിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അനു പഠിക്കുക. ഓക്കെ, ഇവിടെ അച്ഛമ്മക്ക് അടക്കണം, അച്ഛമ്മേനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ അനു പഠിത്തത്തിലാണ്. പഠിത്തത്തിന് വേണ്ടി എൻ്റെ പെണ്ണ് ചെറുതായി മോഷ്ടിച്ചിട്ടുണ്ട്. ഓക്കെ അനു, എന്താ പറയാനുള്ളത് ബ്ലോക്കില്? പറയാനോ പറയടി. ചിക്കൻ നിന്നിട്ട് കരച്ചിലും പിടിച്ചിലും അപ്പുണ്ണിനെ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്തത് നമുക്ക് അമ്മൻ്റെ അടുത്ത് പോവാം. അമ്മ ഇവിടെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എന്തിനമ്മ തേങ്ങ ചിരകണ്? എന്തുണ്ടാക്കാന്? നാളെ തേങ്ങ കൊണ്ടുള്ള ഇതാണ്. ഫേസ് കറക്റ്റായി. അമ്മ അങ്ങോട്ട് നോക്ക്. എല്ലാവരും ഹായ് പറമ്മ. അമ്മ ഒരു മൂടില്ല. എനിക്ക് ഇവിടെ വല്യമ്മ ഉണ്ട്. വല്യമ്മ ഇവിടെ ഇതാക്കി കൊണ്ടിരിക്കുകയാണ്. വല്യമ്മ ആണെങ്കിൽ അവിടെ കുറിച്ചോക്കുണ്ട്. വേറെ കാര്യം മുഖം കാണിച്ചു തരാം. ഇതാ വല്യമ്മ അവിടെ. പിന്നെ അച്ചച്ച അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാറ് കഴിക്കാൻ നേരത്ത്. പിന്നെ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയായിരുന്നു. കാണിച്ചു തരാം ബാക്കിയുള്ളത്. ഉണ്ടോ നോക്കട്ടെ. പൂരി കഴിഞ്ഞു. പൂരി ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, പൂരി മസാലക്കറി കിടക്കും. പൂരി ഉഴുന്നോടെ പോലെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അപ്പുണ്ണിനെ നമുക്ക് കാണാം. പക്ഷേ ഇനി എന്തെങ്കിലും ബ്ലോഗിൽ പറയണ്ടോ? അത് ഞാൻ കട്ടാക്കാൻ പോവാണ്.